മടങ്ങിയ പല ആളുകളും ഈ വനംവകുപ്പിന്റെ ഓഫീസിൽ അവിടെ ആനയുണ്ട്, വഴിയിൽ ആന നിൽക്കുന്നതായിട്ടുള്ള കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. പക്ഷെ അവര് ഒരു നിർദ്ദേശം, ഒരു അലേർട്ട് കൊടുക്കാനോ അങ്ങനെ ഒരു തരത്തിലുള്ള നടപടിക്കും വനംവകുപ്പ് മുന്നോട്ട് വന്നില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് ഉയർന്നത്. അവിടുത്തെ ജനപ്രതിനിധികളാരും അങ്ങനെ പറഞ്ഞില്ല. അവിടെ ഓരോ വ്യക്തികൾക്ക് ഒരുപാട് അഭിപ്രായം. അവിടെ കൂടിയ 100 പേർക്ക് 100 അഭിപ്രായം ഉണ്ടാവില്ലേ? അല്ലാതെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനപ്രതിനിധികൾ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്പോട്ടിലല്ലല്ലോ ഉള്ളത്. 35-40 കിലോമീറ്റർ അകലെയുള്ള ഓഫീസുകളിൽ ഇവിടുത്തെ DF എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് കുട്ടമ്പുഴ എത്താൻ സമയത്തിലെടുക്കും. ജില്ലാ കളക്ടർക്ക് എറണാകുളത്ത് നിന്ന് കോതമംഗലത്ത് കുട്ടമ്പുഴ എത്താൻ സമയമെടുക്കും. ആ സമയത്തിനൊന്നും നമുക്ക് ആ കാലതാമസമാണ്, ഉദാസീനതയാണെന്ന് പറഞ്ഞങ്ങനെ കുറ്റപ്പെടുത്താമോ? എടുക്കേണ്ട സമയത്തിനും അപ്പുറം, യഥാർത്ഥത്തിൽ അനിവാര്യമായ സമയത്തിനും അപ്പുറം കാലതാമസം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾ കാലം? എന്നിരുന്നാലും അവിടുത്തെ സംഭവങ്ങൾ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്, പൂർണ്ണതോതിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഈ ഫണ്ടുകളെ സംബന്ധിച്ച് നൽകാനുള്ള ഈ പ്രതിരോധ പ്രവർത്തനത്തിനും ഫെൻസിങ്ങിനും ഒക്കെ നൽകാനുള്ള തുക നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് യഥാവധി ലഭിക്കുന്നുണ്ടോ? എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടോ? ഈ മാസം കഴിഞ്ഞ 27-ാം തീയതി ഞങ്ങൾ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. കണ്ടപ്പോൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാനാവശ്യമായ നടപടികൾക്കായി പ്രത്യേക ധനസഹായം വേണമെന്നാവശ്യപ്പെട്ടു. പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തരുമായിരിക്കാം. പക്ഷേ ഇവിടെ 2021 തന്നെ ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം കേരളത്തിന്റെ വനമേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നം എന്നുള്ള നിലക്കാണ് വന്യജീവി മനുഷ്യ സംഘർഷത്തെ സർക്കാർ കണ്ടത്. ഒരു വലിയ പാക്കേജ് ഞങ്ങൾ തയ്യാറാക്കി. ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു 11 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് തയ്യാറാക്കി. ആ പ്രോജക്റ്റിന് പ്രത്യേകമായി സാമ്പത്തിക സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2021 തന്നെ ഞാൻ മന്ത്രിയായതിനു ശേഷം 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ ചെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടിരുന്നു. ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിന്നീട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഞാനും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും പോയി അവിടുത്തെ പട്ടയ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള പരിഹാരം തേടിയുള്ള സന്ദർശനം നടത്തിയിരുന്നു. ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ ചെയ്തത്. ഇന്നലെയും പറഞ്ഞതെന്താണ്? പക്ഷെ ഒരു കാര്യം 27-ാം തീയതി കണ്ട് പറഞ്ഞു, ആ 620 കോടി രൂപയുടെ പാക്കേജിന് ഒരു കാശ് പോലും തരാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രോജക്റ്റ് പൂർത്തിയാക്കാനുള്ള പറഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങൾ, പിന്നെ ദേശീയ പാർക്കുകൾ തുടങ്ങിയ നിലവിലുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ എന്തെങ്കിലും തരാൻ ബാക്കിയുണ്ടെങ്കിൽ അത് തരാം. ഏതായാലും പ്രത്യേക പദ്ധതികളോടൊന്നും കേരളത്തിലെ പ്രത്യേക പദ്ധതികളോട് കേന്ദ്രത്തിന് അലർജിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല സംഘർഷം ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകമായി ആവശ്യപ്പെട്ടത്. അല്ലാതെ അവിടെ സ്ഥിരമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല. ഈ സംഘർഷം ഗുരുതരമായിട്ടുണ്ട്. ആ ഗുരുതരമായ സംഘർഷം പരിഹരിക്കണമെങ്കിൽ 2-3 ദീർഘകാലാടിസ്ഥാനത്തെ പരിപാടികളാണ്. ഒന്ന്, താൽക്കാലിക പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് ട്രെഞ്ചുകൾ കുഴിക്കുക, ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുക, ഇത് ഏർലി വാർണിംഗ് സിസ്റ്റം ഏർപ്പെടുത്തുക, AI ക്യാമറകൾ സ്ഥാപിക്കുക, വിളക്കുകൾ സ്ഥാപിക്കുക, ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുക, ഇങ്ങനെ തുടങ്ങിയ വിവിധ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കാണ് ഞങ്ങൾ പണം ചോദിച്ചത്. പക്ഷെ അതിനോട് ഏതായാലും അനുകൂലമായ നിലപാടല്ല ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ 22 RRTകൾ കൂടി കേരളത്തിൽ പുതുതായിട്ട് ഉണ്ടാകേണ്ടതായിരുന്നു. 2019 തന്നെ ഈ പ്രപ്പോസൽ സംസ്ഥാന ഗവൺമെന്റിന് മുമ്പായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് 9 RRTകൾക്ക് അനുവാദം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തുലവും ചെറുതാണ്, വളരെ ചെറുതാണ്. പക്ഷെ ഇത് വെച്ചിട്ടും ആണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലായിടത്തും നെട്ടോട്ടമോടി എത്തുന്നത് എന്ന കാര്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ അവർക്കുള്ള RRTകൾ സ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ വേലിയൊക്കെ കെട്ടുന്നതിന് നബാർഡിൽ നിന്നും വായ്പയെടുത്താണ് പണം കണ്ടെത്തിയിട്ടുള്ളത്. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് പദ്ധതികൾക്ക് പണം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ശ്രമമാണ് നടത്തുന്നത്. മറ്റൊരു കാര്യം, ഒരാളാണെങ്കിലും കൊല്ലപ്പെട്ടാൽ
അത് കൊലപാതകത്തിന്. പക്ഷേ ഈ 2024 ഈ ദിവസം വരെ 37 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 2023 23 മരണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. 10 കൊല്ലത്തെ കണക്കാണ് ഇപ്പം പറയുന്നത്. ഇപ്പോഴും മാധ്യമങ്ങൾ 10 കൊല്ലത്തെ കണക്കെടുത്ത് കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഈ 10 കൊല്ലത്ത് 901 മരണങ്ങൾ ഉണ്ടായതിൽ 567 മരണങ്ങളും പാമ്പ് കടിയേറ്റിട്ടുള്ളതാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കും. പാമ്പുകളെ വന്യജീവി കൂട്ടത്തിൽപ്പെടുത്തിയാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന വാർത്തകൾക്ക് പകരം ചില മാധ്യമങ്ങൾ ഇന്നത് കൊടുത്തിട്ടുണ്ട്, ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അത് ആശ്വസിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ ഇത് ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കി തുടങ്ങിയതിന്റെ പ്രതിഫലനങ്ങൾ കാണാനുണ്ട് എന്ന് മാത്രമേ ഞാൻ അവകാശപ്പെടുള്ളൂ. CCF ആണ്. അവരുടെ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ടാണ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. മൂന്നാർ, കോട്ടയല്ല, മൂന്നാറല്ലോ. അല്ലല്ലോ, മൂന്നാറാണോ കോട്ടയാണോ എനിക്ക് സംശയം. ഏരിയ എനിക്കത്ര. ഇതിപ്പോ ഈ പ്രാഥമിക റിപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്. ഏതായാലും ജനങ്ങളുടെ ഉത്കണ്ഠ അവസാനിപ്പിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. അതിന്റെ ഉള്ളി തോലി പൊളിക്കുന്നത് പോലെ പൊളിച്ചു പരിശോധിക്കുന്നതിനപ്പുറം പരിഹാരമാർഗങ്ങളുമായി അതിവേഗം മുന്നോട്ട് പോവുക എന്നതാണ്. ജനങ്ങളെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ചുമതല. ആ ചുമതല വളരെ ഉത്തരവാദിത്തോടുകൂടി തന്നെ നിർവഹിക്കുന്നതാണ് എന്ന് ഉറപ്പു നൽകുകയാണ്. ഇന്നിപ്പോൾ അവർക്ക് സഹായധനമായുള്ള പണം ഇന്ന് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ചിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. KSEയുമായി കളക്ടർ ചർച്ച ചെയ്ത് വഴിവിളക്കൽ സ്ഥാപിക്കാനുള്ള. അപ്പോൾ പെട്ടെന്ന് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളോട് ക്രിയാത്മകമായ നിലപാടാണ് വനം വകുപ്പും സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായി ഇത് വളരെ ദൂരെ അവർ താമസിക്കുന്നതും അവരുടെ ഓഫീസും ഈ വനമേഖലയിൽ നമ്മളീ പറയുന്ന പോലെ വളരെ അടുത്തല്ലല്ലോ. അരമണിക്കൂർ കൊണ്ട് 1/4 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ. ഒരു വിവരം കിട്ടിയാൽ ഒരു ടീം വേണം. ആ ടീമിനെ ക്രമീകരിക്കണം. അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു സംഘത്തെ തയ്യാറാക്കണം. ആ സംഘത്തെ അതൊക്കെ സ്വാഭാവികമായ ചില. ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ രാവിലെ 8 മണിക്ക് വരാൻ വേണ്ടി എത്ര ഒരുക്കങ്ങൾ നടത്തി, ആ ഒരുക്കങ്ങൾ പോലെ അവർക്കും ഒരുങ്ങാനുണ്ടാവില്ല. അതല്ല ഞാൻ പറഞ്ഞത്. അസ്വാഭാവികമായ താമസം ഉണ്ടായെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതും നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ശരി.